ഹായ് ഹലോ എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോയ്ക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പേ. അപ്പോൾ ഞാൻ ഒരു റിംഗ് ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ഞാൻ റിംഗ് ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് അത് വലിയ വിലയൊന്നുമില്ല, ഒരു തുച്ഛമായ അതായത് ലോ ബഡ്ജറ്റിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മൾട്ടി കളർ റിംഗ് ലൈറ്റാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ആ വീഡിയോയ്ക്ക് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കൻ ആളാക്കാനും മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്ന മറന്നു, ലൈക്ക് ചെയ്യുന്ന കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ കൂട്ടുകാരെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് പരിചയപ്പെടും. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. ഇത് ഞാൻ ഇപ്പോൾ എൻ്റെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മേടിച്ച സാധനമാണ്. ഇപ്പോൾ ഇതെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അത് സ്റ്റുഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്റ്റുഡിയോ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ വെച്ചേക്കുന്ന ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ വയ്ക്കുന്ന ഒരു ചെറിയ ലൈറ്റാണ്. ഞാൻ വീട്ടിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ചെറിയ ലൈറ്റാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഇപ്പോൾ റിംഗ് ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്യണത്. കുറേ നാളത്തെ ആഗ്രഹം വരുന്ന ഒരു റിംഗ് ലൈറ്റ് മേടിച്ച് ഫിറ്റ് ചെയ്യണം എന്നുള്ളത്. ഇത് മൾട്ടി കളറാണ്. നമുക്കിപ്പം നീല അല്ലെങ്കിൽ പച്ച ഏത് കളറിൽ നമുക്ക് ഫേസിൽ ഷെയ്ഡ് കൊടുക്കണം അതേ കണക്കൊക്കെ ഇത് കൊടുത്തെടുക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചത് ഇത് ഫിറ്റ് ചെയ്യണ സമയത്ത്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളതെന്നുള്ളത്. അതിൽ കൂടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള സാധനമാണ് ഇതിൻ്റെ ഒരു ട്രൈപോഡ്. ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ട്രൈപോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണക്കുള്ള ഒരു ട്രൈപോഡാണ്. ഞാനിപ്പോൾ ഓപ്പൺ ആക്കാം. ഇത് കണക്കുള്ള ഒരു ട്രൈപോഡാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയേക്കണം. ഇത് ഏകദേശം എൻ്റെ അത്ര ഹൈറ്റുണ്ട് ഈ ട്രൈപോഡിന്. അപ്പോൾ നമുക്ക് നമ്മളെ ഹൈറ്റിൻ്റെ പൊക്കത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മുഖത്ത് കറക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ വെളിയിലൊക്കെ പോയാലും ചെയ്യാൻ പറ്റും. അതനുസരിച്ച് തന്നെ നമുക്ക് അത് കണക്കിന് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് മേലോട്ടും താഴോട്ടും ഇതിനൊക്കെ പൊക്കിയും എക്സ്റ്റെൻഡ് ചെയ്ത് മേലോട്ടും താഴോട്ടും നമുക്ക് പൊക്കിയും താഴത്തേക്ക് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സാധനം. അപ്പോൾ ഇതിനിപ്പോൾ 2 ലെയറുണ്ട്. ഇതാണ് ഫസ്റ്റ് ലെയർ, അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലെയർ. 2 ലെയറാണ്. ഈ 2 ലെയർ പോയി കഴിഞ്ഞാൽ നമ്മളെ ഹൈറ്റിന് തന്നെ വീഡിയോ നമുക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയേക്കണ ഒരു സാധനം. ഇനി നമുക്ക് അടുത്ത ട്രൈപോഡ് മാറ്റിയിട്ട് ഇനി ലൈറ്റ് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കാം. നമ്മളെ പിസിയുടെയൊക്കെ കവർ പറഞ്ഞാൽ അതേ കണക്ക് ഇരിപ്പുണ്ട്. അതിൻ്റെ ഏതൊക്കെ കളർ ഇവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങളിവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഈ കളറിൻ്റെ പടങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കാം. കാരണം ഇത്രയും കളർ കിട്ടും. അതിനൊക്കെ മൾട്ടി കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ കളറും ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. അത് ഞാൻ വഴിയൊക്കെ കാണിച്ചിട്ട് നമുക്കത് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ലൈറ്റ്. ഇതാണ് നമ്മൾ ഈ ട്രൈപോഡിൽ ഫിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അത് 5 വോൾട്ടാണിത്. നമ്മൾ ചാർജറിൽ കൊടുക്കുന്ന 5 വോൾട്ട്. ഇത് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പവർ വരും. അതിനുശേഷം ഇതിൻ്റെ മോഡ് ബട്ടണുണ്ട്. നിങ്ങളിവിടെ കാണാൻ പറ്റും. ഇത് പവർ ഈ കാണുന്ന ബട്ടൺ പവർ ഓൺ ബട്ടൺ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ മോഡ് ചേഞ്ച് ചെയ്യണ ബട്ടൺ. ഈ മോഡ് ചേഞ്ച് ചെയ്യണ ഈ ഫസ്റ്റ് ബട്ടണിൽ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാം, അതിനേക്കണ ക്ലിയർ വൈറ്റ്, അതിനേക്കണ ചെറിയൊരു വാം വൈറ്റ്. ഇതാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ RGB എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കളറാണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ കളറാണ്. നമുക്ക് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ മേലോട്ടും താഴോട്ടും 2 ആരോ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് ഡിമ്മാക്കാനും അതിനൊക്കെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ മേലത്തെ 2 ആരോ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതിനുശേഷം നമ്മളെ മൊബൈലൊക്കെ വയ്ക്കാനുള്ള ചെറിയൊരു ഹോൾഡർ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിത് ഇവിടെ ഈ ഹോളിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹോൾ കാണാൻ പറ്റും. ഈ ഹോളിൽ ഇത് നമുക്ക് ഇതിനൊക്കെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വേണം വയ്ക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിനൊക്കെ ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ. അതിനുശേഷം ഇവിടെ ഒരു 360 ഡിഗ്രി ഇതിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 360 ഡിഗ്രിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. 360 ഡിഗ്രി ഇത് നിങ്ങളിവിടെ കാണാം. 360 ഡിഗ്രി അതായത് 360 ഡിഗ്രിയിൽ നമുക്ക് ഈ ലൈറ്റിൻ്റെ ഈ ഹോൾഡർ ഇതിൻ്റെ കൂടെ ഈ ഹോൾഡർ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഹോൾഡറിൽ നമുക്ക് 360 ഡിഗ്രിയിൽ നമുക്ക് ഇവിടെ ലൂസ് ചെയ്തതിന് ശേഷം ഇത് 360 ഡിഗ്രിയിൽ നമുക്ക് എങ്ങോട്ട് വേണോ ഇത് കറക്കാൻ പറ്റി. നമുക്ക് ഇത് എങ്ങോട്ട് വേണോ കറക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളും ഈ ലൈറ്റൊക്കെ ഇത്രയും കളറൊക്കെ ഇത് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് സ്റ്റാൻഡ് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഇനി നമുക്ക് ഈ ട്രൈപോഡ് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു നെട്ടുണ്ട് ലൂസ് ചെയ്യണം. ഇതിങ്ങനെ ലൂസ് ചെയ്തതിന് ശേഷം നമുക്കിതിങ്ങനെ കറക്റ്റ് തറയിലോട്ട് വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണുന്നത് ഇത് കണക്ക് ആക്കിയതിന് ശേഷം നമ്മളിതങ്ങ് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ട്രൈപോഡ് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പൊക്കം കൂട്ടാം. നമ്മളെ ഹൈറ്റിനനുസരിച്ച് പൊക്കം കൂട്ടാനായിട്ട് ഇവിടുത്തെ ഈ നെട്ട് ഇതിനൊക്കെ ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ ഞാൻ അവിടെ പൊക്കിയിട്ടുണ്ട്. ഞാൻ ടൈറ്റ് ചെയ്യണം. എൻ്റെ അത്ര ഹൈറ്റിൽ ഇത് പൊങ്ങും. അതുകൊണ്ട് ഞാൻ ഇത് അത്രയും പൊക്കുന്നില്ല. ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി നമ്മളെ കാണുന്ന ലെവലിന് മാത്രമേ പൊക്കിയിട്ടുള്ളൂ.
അത് പൊക്കിയതിന് ശേഷം നമുക്കിനി ഇത് കണക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇതേ കണക്ക് ഇപ്പോൾ ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ നമ്മൾ ഈ ട്രൈപോഡിലൂടെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കറക്റ്റ് താക്കാം നിങ്ങളുടെ അളവിന്. അതിനുശേഷം ഇത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞാൽ ഇതങ്ങ് 360 ഡിഗ്രിയിൽ എങ്ങനെ വേണോ കറക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് വെച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് വെച്ചിട്ട് ഇത് ഞാൻ ടൈറ്റ് ചെയ്ത് ഈ ട്രൈപോഡ് ഇവിടെ ഹാൻഡിലും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി. അതായത് പോർട്രേറ്റ് മോഡലോ ഏത് മോഡലോ വെച്ചിട്ട് ഇത് നമുക്ക് ഇതിനൊക്കെ തിരിച്ച് വെച്ചിട്ട് നമുക്കിനി ഇതിന് മൊബൈൽ വെച്ചിട്ട് നമുക്ക് ഇതിനൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം ഇതിൻ്റെ പ്രവർത്തന കാര്യങ്ങളൊക്കെ. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ കേബിളൊന്ന് ഇളക്കിയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ കേബിൾ ഇപ്പം ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 വോൾട്ടിൻ്റെ ഒരു ചാർജിൽ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 5 വോൾട്ടിൻ്റെ ഒരു ചാർജിലാണ് ഇപ്പോൾ ഇത് കൊടുക്കാൻ പോകുന്നത്. 5 വോൾട്ടിൻ്റെ ചാർജ് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്കിത് പവറിൽ കുത്താം. ഞാൻ പവറിൽ കുത്തിയിട്ടുണ്ട്. പവർ കുത്തിയിട്ട് നമ്മളിപ്പോൾ ഞാൻ സ്വിച്ച് ഓണാക്കുകയാണ്. സ്വിച്ച് ഓണാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തണ കാണാൻ പറ്റും. ഇപ്പോൾ ബ്ലൂ ലൈറ്റ് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പവർ എന്നാണ് അർത്ഥം. ഓണാക്കണം. ഇവിടെ ഓൺ ഓഫ് എഴുതിയിട്ടുണ്ട്. അതിലിപ്പോൾ ഓണാക്കാം. ഓണാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ വാം ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴത്തെ മോഡ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ വാം ലൈറ്റ് മാറി നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈറ്റ് വാമായി. അതിനുശേഷം ഒന്നും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ ഇപ്പം ക്ലിയറായി, അതായത് ക്ലിയർ ലൈറ്റായി, അതായത് നമ്മളെ കറക്റ്റ് വെള്ള പ്രകാശമായി ക്ലിയർ ലൈറ്റായി. ഒന്നും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ വീണ്ടും വാമായി. കളർ ഷെയ്ഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നിങ്ങൾക്ക് RGB എന്ന് പറഞ്ഞ് മേലെ എഴുതിയേക്കണം കാണാൻ പറ്റും. ഗ്രേ, ഗ്രീൻ, ബ്ലൂ അത് എഴുതിയേക്കണം കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഓരോ ഞെക്കും തോറും ഇതായിപ്പോൾ അത് റെഡായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പം എൻ്റെ ഷെയ്ഡ് ഇപ്പം റെഡ് ഷെയ്ഡായി ഈ സൈഡിൽ. അതിനൊക്കെ നമ്മൾ ഞാനിപ്പോൾ ഒന്നും കൂടെ ഞെക്കിയ സമയത്ത് ഇതിപ്പം ഗ്രീനായി നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പച്ച വെട്ടം അടിക്കണം, ഗ്രീൻ വെട്ടമായി. അത് കഴിഞ്ഞ് അടുത്ത ഞെക്കുമ്പം വീണ്ടും ബ്ലൂ ആയി. ഇപ്പം നിങ്ങൾ ഇവിടെ കാണാം എൻ്റെ സൈഡിലൊക്കെ ബ്ലൂ. അതിൻ്റെ മുഖത്ത് കറക്റ്റ് അടിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ പവറുള്ള ലൈറ്റാണ് ഞാൻ പറഞ്ഞത്. വീട്ടിലൊക്കെ വയ്ക്കുന്ന ലൈറ്റാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ മേൽ വെച്ച് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെട്ടം കിട്ടാൻ വേണ്ടി. അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇത് മേടിച്ചത്. നിങ്ങൾ ഇവിടെ അടുത്തിരിക്കുക കാണാം. ഇപ്പോൾ ഈ സൈഡ് മൊത്തം ബ്ലൂ ആയി. ഇനി അടുത്ത് നമ്മൾ ഒന്നും കൂടെ ഇതിൽ ഞെക്കുന്ന സമയത്ത് ഇപ്പം ലൈറ്റ് ഗ്രീനാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ആണ് ഇപ്പോൾ കത്തിയേക്കണത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഇപ്പം ഞാൻ ഒന്നും കൂടെ ഞെക്കിയപ്പോൾ അടുത്ത കളറായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഷെയ്ഡ് ഇപ്പോൾ കാണാൻ പറ്റും. അടുത്ത ഞാൻ ഒന്നും കൂടെ ഞെക്കുമ്പോൾ വീണ്ടും വേറെ കളറായി. വീണ്ടും ഞെക്കുന്ന സമയത്ത് റെഡായി. റെഡ് ഇനിയിപ്പോൾ അടുത്ത ഞെക്കുന്ന സമയത്ത് റെഡ് ഇപ്പോൾ മൾട്ടി കളറായിക്കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഈ കളർ ഉള്ള കളറെല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇവിടെ കാണാം ഇപ്പം ഒരേ കളറിൻ്റെ ഈ സൈഡിലോട്ട് നിങ്ങൾ മാറണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരേ കളർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നുകൂടെ ഞെക്കുമ്പോൾ വീണ്ടും അത് മാറിയിട്ട് അതായത് ഡിമ്മറാണ്. പവർ കുറഞ്ഞിട്ട് വീണ്ടും അത് ഇങ്ങനെ പവർ കൂടി വരും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഡിമ്മിന്ന് പോയി നേരെ ഫുൾ പവറിൽ വന്നിട്ടുണ്ട്. അത് ഇത് കണക്ക് ഇങ്ങനെ കളർ ഇതേ കണക്ക് ഇങ്ങനെ പല കളറായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ അത് ഗ്രീൻ മാറിയിട്ട് വീണ്ടും അടുത്തത് ബ്ലൂവിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ കാണാം നിങ്ങൾ ബ്ലൂവിലോട്ട് അടുത്ത ബ്ലൂ ആവും. അതിനുശേഷം ഒന്നും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ ഇനി ഇത് മൾട്ടി കളർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എല്ലാ കളറും ഇതിൽ കൂടെ ഇങ്ങനെ ഇത് കണക്ക് റോൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെ ഒരേ കളർ. ഇപ്പം ബ്ലൂ അത് നീല കളർ കറങ്ങിപ്പോയിട്ടുണ്ട് എൻ്റെ ഈ സൈഡ് വഴി. അതിനൊക്കെ ഒരേ കളർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനൊക്കെ വീണ്ടും ഒന്നും കൂടെ ഞെക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്കതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വീണ്ടും ഒന്നും കൂടെ ഞെക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കാണാം ഒത്തുകൂടെ ഫാസ്റ്റായിട്ട് കുറച്ചുകൂടെ. നേരത്തെ ചെറുതായിട്ടാണ് ഇത് കത്തിക്കുന്നത്. ഇപ്പം നല്ല ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞെക്കുന്ന സമയത്ത് വീണ്ടും അത് കണക്ക് തന്നെ അത് അടുത്ത മോഡലിൽ കറങ്ങുന്നുണ്ട് ഫാസ്റ്റായിട്ട്. അടുത്ത ഞെക്കുന്ന സമയത്ത് വീണ്ടും കുറച്ചുകൂടെ സ്പീഡിൽ കറങ്ങുന്നുണ്ട്. ഇപ്പോൾ കാണാം വേറെ കളറായി. വേറെ മഴവിലാണെങ്കിൽ വേറെ ഇപ്പോൾ കളറിലാണ് ഇപ്പോൾ കറങ്ങുന്നത്. വീണ്ടും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും അടുത്ത ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ 4 കളറാണ് ഇപ്പോൾ കറങ്ങുന്നത്. 4 കളറിലോട്ട് ഇപ്പോൾ കറങ്ങുന്നുണ്ട്. വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അതിനൊക്കെ അടുത്ത കളർ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് നമുക്കിപ്പം ഈ മൾട്ടി കളർ വേണ്ട, വീണ്ടും നമുക്ക് വൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ക്ലിയർ വൈറ്റിലാണ് ഇപ്പം ഇത് കത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ക്ലിയർ വൈറ്റിലാണ് ഇപ്പോൾ കത്തിയിരിക്കുന്നത്. ഞാൻ ഇപ്പം ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഷെയ്ഡ് കറക്റ്റ് എൻ്റെ തിരിച്ച് ഫേസിലോട്ട് തിരിക്കുമ്പോൾ ഇതിൻ്റെ വെട്ടം എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പവർ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇപ്പം എന്താ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ക്യാമറ കൂടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ തിരിക്കുമ്പോൾ അത് വീണ്ടും അതായത് ഇങ്ങോട്ട് തിരിക്കാൻ വീണ്ടും നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇവിടെ ഇങ്ങനെ വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് തിരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പം ഞാൻ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലൈറ്റാണ്. പക്ഷേ ഇത് പ്രൊഫഷണൽ യൂസ് ചെയ്യുന്ന അതേ പ്രൊഫഷണൽ ലൈറ്റാണ്.
ഇതിപ്പം വലിയ പൈസയൊന്നുമില്ല. ഞാൻ ഇവിടെ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊരു 1000 രൂപയ്ക്ക് താഴെയുള്ള ഇതിൻ്റെ പ്രൈസ് നാട്ടിൽ. ആ പൈസയ്ക്കാണ് ഞാൻ ഇവിടെ കിട്ടിയത്. പോയി ഷൂട്ടിങ് ചെയ്യാൻ നമ്മളിപ്പോൾ പുറത്ത് പോയി ഷൂട്ട് ചെയ്യണം. ഇപ്പോൾ വണ്ടിയിലൊക്കെ പുറത്ത് പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 5 വോൾട്ട് ചാർജർ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് മൊബൈലിൽ കൊടുത്തിട്ടും ഇത് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ ടൈപ്പ് സി പോർട്ട്, മൊബൈലിൻ്റെ ടൈപ്പ് സി പോർട്ടിൻ്റെ ഒരു കണക്ട് മേടിക്കുന്നുള്ളൂ. എൻ്റെ ഈ കണക്ടർ ഇത് കണക്ക് ഒരു കണക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് USB പിന്നെ കുത്തി ടൈപ്പ് സി ആക്കിയതിന് ശേഷം നമ്മളിവിടെ മൊബൈലാണെങ്കിൽ മൊബൈലിൻ്റെ ബാക്ക് ഇതിനെ കുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇതിലിതാ പവർ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് മൊബൈലിൽ കുത്തി തന്നെ നമുക്കിത് പവർ ഓണായി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാം. ഞാൻ ഇപ്പോൾ മൊബൈലിൽ കുത്തിയിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഓണാക്കി കഴിയുന്നത്. ഈ കാണുന്ന എല്ലാം കളർ നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ബുധയ അതേണക്കിന് മനാമ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈറ്റ് ബുധയെ പോയി കഴിഞ്ഞാൽ ബുധയെ ലാസ്റ്റ് റൗണ്ട് കൊടുത്ത് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ സ്റ്റാർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു മൊബൈൽ ഷോപ്പുണ്ട്. അവിടെ മൊബൈലിൻ്റെ മാത്രമല്ല പെർഫ്യൂമുകൾ നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ ഐറ്റമുള്ള ഒരു ഷോപ്പാണ് ആ കട. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ തന്നെ പുള്ളി സാധനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൈറ്റ് കുറച്ച് നിങ്ങൾ വേറെ എവിടെ നിന്നും മേടിക്കുന്നതിനും കുറച്ച് അവിടെ നിന്ന് തരും. സ്പെഷ്യൽ ഡിസ്കൗണ്ടിന് ഈ സാധനങ്ങൾ ഏത് മേടിച്ചാലും സ്പെഷ്യൽ ഡിസ്കൗണ്ടിന് ഞങ്ങൾക്ക് തരും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് തന്നെ ബെല്ലൈക്കൻ ആളാക്കിയിട്ടാണ് മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു. ലൈക്ക് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.